സംഘപരിവാറിൻ്റെ വെറുപ്പ് ഗ്രസിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കേവലമായ ഗിമ്മിക്കുകളിലൂടെ തെരഞ്ഞെടുപ്പ് ജയിച്ച് കളയാമെന്നത് ഇവരുടെ അതിമോഹമാണ് എന്നിവർ ഇനിയെങ്കിലും മനസ്സിലാക്കണം. അപ്പോൾ അതിനകത്ത് ആരാണ് ഏറ്റവും അർഹരായ ആളുകൾ ആ പ്രവൃത്തിക്ക് മുന്നിൽ നിൽക്കാൻ? അത് രാഹുൽ ഗാന്ധിയെ നമ്മൾ എടുത്ത് പരിശോധിക്കണം. അയാൾ അതിൽ നിന്ന് വെറുപ്പിൽ നിന്നുള്ള വിമോചനം സൃഷ്ടിക്കുക, സാമൂഹികമായ ഒരു മാറ്റം സാധ്യമാകാതെ, വെറുപ്പിന് പുറത്തേക്ക് മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങളെ എടുത്ത് പ്രതിഷ്ഠിക്കാതെ ഇനി ഒരു തെരഞ്ഞെടുപ്പിലും മതനിരപേക്ഷ ശക്തികൾക്ക് വിജയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു സ്ട്രാറ്റജിയുടെ പ്രശ്നമാണോ? മഹാരാഷ്ട്രയിൽ തോറ്റുപോയത് അപ്പുറത്ത് BJP കൊടിയ വർഗീയതയാണ് പ്രസംഗിച്ചത്. ഒറ്റക്കെട്ടായി നിന്നാൽ നിങ്ങൾക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ നശിക്കാൻ പോവുകയാണ്. ജാർഖണ്ഡിൽ നമ്മൾക്ക് ഒരിക്കലും സ്വപ്നം കാണാൻ കഴിയാത്ത വർഗീയതയാണ്, വിചാരിക്കാത്ത വർഗീയതയാണ് BJP പറയുന്നത്. ആ വർഗീയത ഇപ്പുറത്തെന്ന് പറയാൻ കോൺഗ്രസിന് പറ്റില്ല. കോൺഗ്രസിനെ കുറിച്ച് പലതരത്തിലുള്ള വിമർശനമുണ്ടെങ്കിലും ഒരു മതനിരപേക്ഷ ചേരിക്ക് അതിനോട് മുട്ടാൻ പറ്റില്ല. അപ്പം നമ്മൾ തോറ്റുപോകുന്നത് മനുഷ്യരെ വെറുപ്പിൽ മുക്കിക്കിടത്തിയിരിക്കുകയാണ്. അതിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മളെല്ലാവരും കൂടി പണിയെടുക്കേണ്ടതുണ്ട്. അല്ലാതെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ തലപ്പത്ത് രാഹുൽ ഗാന്ധി ഇരിക്കുന്നുണ്ടോ കോൺഗ്രസ് ഇരിക്കുന്നുണ്ടോ അല്ല എന്ന് മനസ്സിലാക്കാൻ ഇവർ കഴിയണം.